Welcome to the world of informatics practices. What is the use of studying informatics practices? Informatics practices is something which is different entirely from computer science. Why? Because here we study how to make a system more and more user friendly. ഓൾറെഡി നിലവിലുള്ള ഒരു സിസ്റ്റം എങ്ങനെ നമുക്ക് കൂടുതൽ ആളുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അതിനെ മാറ്റാം എന്നാണ് ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസസ് എന്ന മേഖലയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് ഏത് മേഖലയാണോ പ്രൊഫഷണൽ ആയി തിരഞ്ഞെടുക്കുന്നത്, ഇപ്പോൾ ഒരു കോമേഴ്സ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴും അവിടെ അവർക്ക് പ്രൊഫഷണലി ദർ വിൽ ബി എ കമ്പ്യൂട്ടർ സിസ്റ്റം വിച്ച് ദേ ആർ ആസ്ക്ഡ് ടു മാനേജ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ഓൾറെഡി ഉള്ള സിസ്റ്റം, ഇന്ന് എല്ലാവരുടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ആ ഓൾറെഡി ഉള്ള സിസ്റ്റത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം, എന്നാൽ അതിനെ കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഈസി ആക്കാം എന്നതിനെ കുറിച്ചാണ് ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രമല്ല SQL എന്ന ഡേറ്റാബേസ് മാനേജ്മെന്റും അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് IT ആപ്ലിക്കേഷൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് കൂടുതൽ എങ്ങനെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് മാത്രവുമല്ല ഓൾറെഡി ഉള്ള സിസ്റ്റത്തിനെ കൂടുതൽ ഈസി ആക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചെല്ലാമുള്ള ഡിസ്കഷൻസും അതിനുള്ള മെത്തേഡ്സുമാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ പ്യുവർലി സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടാണ് പഠിക്കുന്നത്. ഓരോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്ന മേഖലയാണ് കമ്പ്യൂട്ടർ സയൻസ്. സാധാരണ എല്ലാവർക്കും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, എന്താണ് കമ്പ്യൂട്ടർ സയൻസ്, എന്താണ് IP? കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതും ആ സോഫ്റ്റ്വെയറിനെ എങ്ങനെ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്നു, അതിൽ എന്തെല്ലാം അപ്ഡേറ്റ്സ് നമുക്ക് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ബട്ട് IP-ൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു യൂസറിന്റെ ലെവലില്, ഒരു ഉപയോഗിക്കുന്ന ആളുടെ ലെവലില് അയാൾക്ക് അതിലൂടെ എങ്ങനെ കൂടുതൽ പുതിയ രീതിയിലേക്ക് എത്താം, അതുപോലെ തന്നെ എങ്ങനെ അതിനെ കൂടുതൽ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു, ഇനിയും കൂടുതൽ അതിൽ എന്തെല്ലാം മോഡിഫിക്കേഷൻസ് അയാൾക്ക് വരുത്തണം എന്നിങ്ങനെയുള്ള ഒരുപാട് എൻഡ് യൂസർ ആപ്ലിക്കേഷൻസ് ഇതെല്ലാമാണ് നമ്മൾ IP-യിലൂടെ പഠിക്കുന്നത്. Here comes our first chapter, that is computer networking. What is meant by networking? Networking means we are able to connect as many resources as possible and then we are able to communicate with each other and share the resources. നെറ്റ്വർക്കിംഗ് എന്ന വാക്ക് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും എത്ര കമ്പ്യൂട്ടറുകളിലേക്ക് വേണമെങ്കിലും കണക്ട് ചെയ്യാം. അതുമാത്രമല്ല, അതുപോലെ പ്രിന്ററോ സ്കാനറോ എന്ന് വേണ്ട എത്ര ഡിവൈസസ് വേണമെങ്കിലും ഷെയർ ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? നമ്മുടെ സ്കൂളിലൊക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ലാബിലൊക്കെ നമുക്ക് എല്ലാ കമ്പ്യൂട്ടറുകളും തമ്മിൽ നെറ്റ്വർക്ക് ചെയ്ത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിന്റർ കണക്ട് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാമാണോ ആവശ്യങ്ങളുള്ളത്, അല്ലെങ്കിൽ എന്തുണ്ടാവും, ഓരോ കമ്പ്യൂട്ടറിലേക്ക് ഓരോ പ്രിന്റർ വെച്ച് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ചിലവുണ്ട്. അപ്പോൾ ആ കോസ്റ്റ് ഒക്കെ നമുക്ക് കുറയ്ക്കാം. ഒരു സിസ്റ്റത്തിനെ വെച്ച് എല്ലാത്തിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു കമ്പ്യൂട്ടറിനെ നമ്മളെപ്പോഴും ഒരു മെയിൻ സിസ്റ്റം ആക്കി വെച്ചുകൊണ്ട് മറ്റുള്ള സിസ്റ്റംസിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടും നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ സിസ്റ്റത്തിലെ ഡാറ്റയും നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും സാധിക്കുന്നു. ഇതെല്ലാം നെറ്റ്വർക്കിംഗിന്റെ ഉപയോഗങ്ങളാണ്. കളക്ഷൻ ഓഫ് ഇന്റർകണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ്, അതാണ് നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഒരുപാട് കണക്റ്റഡ് ആയ കമ്പ്യൂട്ടറുകളും അതുപോലുള്ള ഡിവൈസസും ഇവിടെ കാണുന്നു. ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ചെയ്യാം. ഷെയർ ഹാർഡ്വെയർ ആൻഡ് ദ സോഫ്റ്റ്വെയർ റിസോഴ്സസ്, നമുക്ക് ഹാർഡ്വെയർ ഷെയർ ചെയ്യുന്നത് പോലെ സോഫ്റ്റ്വെയറുകളും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. ഇനി എന്തൊക്കെയാണ് നെറ്റ്വർക്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ, റിസോഴ്സ് ഷെയറിങ്. പ്രിന്റർ സ്കാനർ എന്ന് വേണ്ട ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇതെല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അത്രയും നമുക്ക്
വളരെ നല്ല രീതിയിൽ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. കോസ്റ്റ് സേവിങ് നമുക്കറിയാം, കോസ്റ്റ് അപ്പോൾ ഒരുപാട് കുറയ്ക്കാം. അല്ലെങ്കിൽ ഓരോ സിസ്റ്റത്തിലേക്കും നമ്മൾ ഓരോ പ്രിൻ്ററൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ചിലവ് കൂടുതലാണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ ഒറിജിനലായിട്ട് നമ്മൾ അതിലേക്ക് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു പരിധിവരെ പരിഹരിക്കാം. Collaborative user interaction, that is, if there is a network of 50 or 100 of people together, then we are able to have interaction, a smooth interaction. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. നമ്മളിപ്പോൾ ചാറ്റിങ്ങും അതുപോലെ മൊബൈലിലൂടെ എന്ന് വേണ്ട ഇമെയിൽ ഇൻട്രാക്ഷൻ, എല്ലാ തരത്തിലുള്ള ഇൻട്രാക്ഷൻസും പോസിബിൾ ആയത് എന്തുകൊണ്ടാണ്? ഓൺലി ബിക്കോസ് ഓഫ് ദ നെറ്റ്വർക്ക്. നെക്സ്റ്റ്, ടൈം സേവിങ്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ലെറ്ററൊക്കെ എഴുതി അയച്ച് അത് വേറൊരാൾക്ക് കിട്ടി അതിൻ്റെ മറുപടി നമുക്ക് കിട്ടുമ്പോഴേക്കും ഒരുപാട് കാലം പഠിക്കും. ഇപ്പം അങ്ങനെയല്ല, വിത്തിൻ എ സെക്കൻഡ്. ഇപ്പോൾ ഒരാൾ ഓൺലൈനുണ്ടോ, നമുക്ക് ഉടനെ അയാളായിട്ട് ഓൺലൈനിലൂടെ തന്നെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. അത്രയും നമുക്ക് വളരെ എളുപ്പത്തിൽ ടൈംലി ചാറ്റിങ്ങും അതുപോലെ കമ്മ്യൂണിക്കേഷനും ഇന്ന് പോസിബിൾ ആണ്, ഓൺലി ബിക്കോസ് ഓഫ് നെറ്റ്വർക്കിംഗ്. നെക്സ്റ്റ്, ഇൻക്രീസ്ഡ് സ്റ്റോറേജ്. നമുക്ക് സ്റ്റോറേജ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് അതിലേക്ക് പിന്നെയും ഇപ്പോൾ നമുക്കറിയാം വീഡിയോസ് അതുപോലെ ഒരുപാട് അപ്ലോഡ്സ് ഒക്കെ വരികയാണെങ്കിൽ, അപ്പോൾ ഇന്നത്തെ ഒരു ഓൺലൈൻ ക്ലാസ് നമ്മളുടെ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ടീച്ചേഴ്സ് അയക്കുന്നതായിട്ടുള്ള PDFs അതുപോലെയുള്ള വീഡിയോസും എല്ലാം വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്റ്റോറേജ് കുറച്ച് കൂടുതൽ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല, നമുക്ക് വളരെ സ്മൂത്തായിട്ട് നെറ്റ്വർക്കിംഗ് എന്ന കോൺസെപ്റ്റിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നു. Here comes our first chapter, that is computer networking. What is meant by networking? Networking means we are able to connect as many resources as possible, and then we are able to communicate with each other and share the resources. നെറ്റ്വർക്കിംഗ് എന്ന വാക്ക് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും എത്ര കമ്പ്യൂട്ടറുകളിലേക്ക് വേണമെങ്കിലും കണക്ട് ചെയ്യാം. അതുമാത്രമല്ല, അതുപോലെ പ്രിൻ്ററോ സ്കാനറോ എന്ന് വേണ്ട എത്ര ഡിവൈസസ് വേണമെങ്കിലും ഷെയർ ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? നമ്മുടെ സ്കൂളിലൊക്കെ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ലാബിലൊക്കെ നമുക്ക് എല്ലാ കമ്പ്യൂട്ടറുകളും തമ്മിൽ നെറ്റ്വർക്ക് ചെയ്ത് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിൻ്റർ കണക്ട് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാമാണോ ആവശ്യങ്ങളുള്ളത്, അല്ലെങ്കിൽ എന്തുണ്ടാവും, ഓരോ കമ്പ്യൂട്ടറിലേക്ക് ഓരോ പ്രിൻ്റർ വെച്ച് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ചിലവുണ്ട്. അപ്പോൾ ആ കോസ്റ്റൊക്കെ നമുക്ക് കുറയ്ക്കാം. ഒരു സിസ്റ്റത്തിനെ വെച്ച് എല്ലാത്തിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു കമ്പ്യൂട്ടറിനെ നമ്മളെപ്പോഴും ഒരു മെയിൻ സിസ്റ്റമാക്കി വെച്ചുകൊണ്ട് മറ്റുള്ള സിസ്റ്റംസിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടും നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ സിസ്റ്റത്തിലെ ഡാറ്റയും നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും സാധിക്കുന്നു. ഇതെല്ലാം നെറ്റ്വർക്കിങ്ങിൻ്റെ ഉപയോഗങ്ങളാണ്. കളക്ഷൻ ഓഫ് ഇൻ്റർകണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ്, അതാണ് നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഒരുപാട് കണക്റ്റഡായ കമ്പ്യൂട്ടറുകളും അതുപോലുള്ള ഡിവൈസസും ഇവിടെ കാണുന്നു. ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ചെയ്യാം. ഷെയർ ഹാർഡ്വെയർ ആൻഡ് ദ സോഫ്റ്റ്വെയർ റിസോഴ്സസ്, നമുക്ക് ഹാർഡ്വെയർ ഷെയർ ചെയ്യുന്നത് പോലെ സോഫ്റ്റ്വെയറുകളും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. ഇനി എന്തൊക്കെയാണ് നെറ്റ്വർക്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ, റിസോഴ്സ് ഷെയറിങ്. പ്രിൻ്റർ സ്കാനർ എന്ന് വേണ്ട ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇതെല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അത്രയും നമുക്ക് വളരെ നല്ല രീതിയിൽ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. കോസ്റ്റ് സേവിങ്, നമുക്കറിയാം കോസ്റ്റ് അപ്പോൾ ഒരുപാട് കുറയ്ക്കാം. അല്ലെങ്കിൽ ഓരോ സിസ്റ്റത്തിലേക്കും നമ്മൾ ഓരോ പ്രിൻ്ററൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ചിലവ് കൂടുതലാണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ ഒറിജിനലായിട്ട് നമ്മൾ അതിലേക്ക് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു പരിധിവരെ പരിഹരിക്കാം. Collaborative user interaction, that is, if there is a network of 50 or 100 of people together, then we are able to have interaction, a smooth interaction. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. നമ്മളിപ്പോൾ ചാറ്റിങ്ങും അതുപോലെ മൊബൈലിലൂടെ എന്ന് വേണ്ട ഇമെയിൽ ഇൻട്രാക്ഷൻ, എല്ലാ തരത്തിലുള്ള ഇൻട്രാക്ഷൻസും പോസിബിൾ ആയത് എന്തുകൊണ്ടാണ്? ഓൺലി ബിക്കോസ് ഓഫ് ദ നെറ്റ്വർക്ക്. നെക്സ്റ്റ്, ടൈം സേവിങ്.
പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ലെറ്ററൊക്കെ എഴുതി അയച്ച് അത് വേറൊരാൾക്ക് കിട്ടി അതിൻ്റെ മറുപടി നമുക്ക് കിട്ടുമ്പോഴേക്കും ഒരുപാട് കാലം പഠിക്കും. ഇപ്പം അങ്ങനെയല്ല, വിത്തിൻ എ സെക്കൻഡ് ഇപ്പോൾ ഒരാൾ ഓൺലൈനുണ്ടോ നമുക്ക് ഉടനെ അയാളായിട്ട് ഓൺലൈനിലൂടെ തന്നെ കോൾ ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. അത്രയും നമുക്ക് വളരെ എളുപ്പത്തിൽ ടൈംലി ചാറ്റിങ്ങും അതുപോലെ കമ്മ്യൂണിക്കേഷനും ഇന്ന് പോസിബിൾ ആണ്, ഓൺലി ബിക്കോസ് ഓഫ് നെറ്റ്വർക്കിംഗ്. നെക്സ്റ്റ്, ഇൻക്രീസ്ഡ് സ്റ്റോറേജ്. നമുക്ക് സ്റ്റോറേജ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് അതിലേക്ക് പിന്നെയും ഇപ്പോൾ നമുക്കറിയാം വീഡിയോസ് അതുപോലെ ഒരുപാട് അപ്ലോഡ്സ് ഒക്കെ വരികയാണെങ്കിൽ, അപ്പോൾ ഇന്നത്തെ ഒരു ഓൺലൈൻ ക്ലാസ് നമ്മളുടെ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ടീച്ചേഴ്സ് അയക്കുന്നതായിട്ടുള്ള PDFs അതുപോലെയുള്ള വീഡിയോസും എല്ലാം വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്റ്റോറേജ് കുറച്ച് കൂടുതൽ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല, നമുക്ക് വളരെ സ്മൂത്തായിട്ട് നെറ്റ്വർക്കിംഗ് എന്ന കോൺസെപ്റ്റിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നു.